بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وإن خفتم ألا تقسطوا في اليتامى فانكحوا ما طاب لكم من النساء مثنى وثلاث ورباع فإن خفتم ألا تعدلوا فواحدة. أعوذ بالله من الشيطان الرجيم. ولن تستطيعوا أن تعدلوا بين النساء ولو حرصتم فلا تميلوا كل الميل فتذروها كالمعلقة وإن تصلحوا وتتقوا فإن الله كان غفورا رحيما. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക കുടുംബം എന്ന നമ്മുടെ പഠന പരമ്പരയുടെ അവസാനത്തെ ഭാഗം എന്ന നിലക്ക് ഇന്ന് നമുക്ക് വിശദീകരിക്കുവാനുള്ളത് ഏറെ വിവാദങ്ങൾക്ക് ഇടയായി തീർന്ന, ഏറെ വിമർശനങ്ങൾക്ക് ഹേതുവായി തീർന്ന ഇസ്ലാമിൻ്റെ ഒരനുവാദമായ ബഹുഭാര്യത്വം എന്നു പറയുന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. ഇസ്ലാമിൻ്റെ അകത്തും പുറത്തുമുള്ളവർ ഏറെ തെറ്റിദ്ധരിക്കുകയും ഇസ്ലാം വിമർശനത്തിനുള്ള ഒരു വടിയായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന പല വിഷയങ്ങളിൽ ഒന്നാണല്ലോ ഇതും. ത്വലാഖ് സംബന്ധമായ വിഷയവും മുത്തലാഖും അങ്ങനെയുള്ള പല മസ്അലകൾ, ഏറെ വിമർശനങ്ങൾക്ക് വിധേയമായ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം നമ്മൾ ഈ വിഷയത്തിൽ വിശദമായി പ്രതിപാദിച്ചതാണ്. അതേപോലെയുള്ള നമ്മൾ കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒന്നിലേറെ വിവാഹം കഴിക്കുവാനുള്ള അനുവാദം, ബഹുഭാര്യത്വം എന്നറിയപ്പെടുന്ന വസ്തുത. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണല്ലോ ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഉപജ്ഞാതാവ്. ശാരിഅ് എന്ന് പറയുന്ന മതത്തിൻ്റെ നിയമനിർമ്മാതാവ് അല്ലാഹുവാണ്. അവൻ ത്രികാലജ്ഞാനിയാണ്, അലീമാണ്, എല്ലാം അറിയുന്നവനാണ് റബ്ബ്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ ജനങ്ങളെ സംബന്ധിച്ചോ ഏതെങ്കിലും ചില സാഹചര്യങ്ങളെ സംബന്ധിച്ചോ മാത്രം അറിയാവുന്നവനല്ലല്ലോ അല്ലാഹു. അല്ലാഹു അലീമാണ്. എല്ലാം വളരെ കൃത്യമായി അറിയാവുന്ന നാഥനാണ്. ആ നാഥൻ്റെ മതമാണ് ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ശരീഅത്തിലെ ഏതെങ്കിലും ഒരു നിയമം അത് ന്യൂനതയുള്ളതാണെന്ന് പറയാൻ സാധിക്കാത്തത്ര അന്യൂനമാണ്. ചിലർ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള പഴുതുകൾ ദുരുപയോഗം ചെയ്തു
എന്നതൊഴിച്ചാൽ ഇസ്ലാമിന് നേരെ വിമർശനമെയ്യുന്ന ആളുകളൊന്നും വസ്തുതകൾ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ദുരുപയോഗം ചെയ്യുന്നവരെ പിടിച്ചു കെട്ടുകയും ദുരുപയോഗം ചെയ്യുന്നവർക്ക് യഥാർത്ഥമായ മാർഗത്തിലേക്ക് ദിശാബോധം നൽകുകയും ചെയ്യുകയാണ് പരിഹാരം. അതല്ലാതെ അനുവദിച്ച അനുവാദത്തിൻ്റെ നേരെ വിമർശനങ്ങൾ ഉന്നയിച്ച് ഇസ്ലാമിക ശരീഅത്ത് കാലോചിതമല്ലെന്നും അത് ന്യൂനതകളാൽ നിറഞ്ഞതാണെന്നും അത് മാറ്റി എഴുതേണ്ടതാണെന്നും മാനുഷിക മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നുമൊക്കെയുള്ള പ്രചരണങ്ങൾ അസ്ഥാനത്താണ്. ഇവിടെയാണ് ഇസ്ലാം ബഹുഭാര്യത്വത്തിന് അനുവാദം നൽകിയ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൂക്ഷ്മത പാലിക്കാതെ പലരും ആ മേഖല കൈകാര്യം ചെയ്തു. അതിൻ്റെ കുറ്റം അവരുടേത് മാത്രമാണ്, ഇസ്ലാമിൻ്റെതല്ല. ഇസ്ലാം എന്ന് കേൾക്കുമ്പോഴേക്കും ലോകത്ത് 4 ഭാര്യമാരെ വരെ വിവാഹം കഴിക്കാൻ അനുവാദം കൊടുത്ത ഏക വിഭാഗം എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. പറയുന്നത് കേട്ടാൽ ഇസ്ലാമാണ് ഒന്നിലേറെ വിവാഹം കഴിക്കുവാൻ പുരുഷന്മാർക്ക് അനുവാദം നൽകിയത് എന്നാണ് തോന്നുക. എന്നാൽ നമ്മളൊരൽപ്പം ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക നിയമവുമായി സമൂഹത്തിൻ്റെ ഇടയിൽ ഈ നിയമത്തെ സംബന്ധിച്ച് പഠിപ്പിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ ആഫ്രിക്കൻ നാടുകളിലും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ജനവിഭാഗങ്ങളിലും ഈ സമ്പ്രദായം നിലനിന്നിട്ടുണ്ട്, ഇന്നും നിലനിൽക്കുന്നുമുണ്ട്. ഇത് സംബന്ധമായിട്ടുള്ള പഠനം നടത്തിയ ആളുകൾ ഈ വിഷയത്തിൽ എഴുതപ്പെട്ട ലേഖനങ്ങളിൽ കാണാം, പൗരാണിക നാഗരികതയിൽ അധിക സമൂഹങ്ങളിലും ബഹുഭാര്യത്വമോ വെപ്പാട്ടികളെ ഉപയോഗിക്കുന്ന സമ്പ്രദായമോ നിലനിന്നിരുന്നതായി കാണാൻ കഴിയും. നിയമാനുസൃതമായ ഭാര്യയ്ക്ക് പുറമെ അനവധി സ്ത്രീകളെ വെച്ചുകൊണ്ടിരിക്കുന്ന സമ്പ്രദായം നിലനിന്നിരുന്ന ചൈനയിൽ അത് സദാചാരത്തിനോ മാന്യതക്കോ വിരുദ്ധമായി കണക്കാക്കപ്പെട്ടിരുന്നില്ല. അതുപോലെ തന്നെ വെപ്പാട്ടിമാരെ ഉപയോഗിക്കുന്ന സമ്പ്രദായം ജപ്പാനിൽ 1880 വരെ നിലനിന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. പുരാതന ഈജിപ്തിൽ ബഹുഭാര്യത്വത്തിന് അനുമതി ഉണ്ടായിരുന്നുവെങ്കിലും അത് സർവ്വസാധാരണമായിരുന്നില്ല, രാജാക്കന്മാർക്കിടയിൽ അത് പതിവായിരുന്നതാനും എന്നാണ് ഇത് സംബന്ധമായ കാര്യത്തെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകിയ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ ബഹുഭാര്യത്വ സംബന്ധമായിട്ടുള്ള കാര്യത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ നേരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന കക്ഷികൾ, ഇത് ഇസ്ലാമിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ബഹുഭാര്യത്വം ഉള്ളത്, മറ്റുള്ള മതങ്ങളും തത്വശാസ്ത്രങ്ങളുമൊക്കെ ഏക ഭാര്യ എന്ന് പറയുന്ന ഏകപത്നി സമ്പ്രദായം മാത്രമേയുള്ളൂ, ഇത് ഇസ്ലാമായിട്ട് ഉണ്ടാക്കിയതാണ് എന്നാണ് പലരും വിമർശിക്കാറുള്ളത്. വാസ്തവത്തിൽ ഭാരതത്തിൽ ഋഗ്വേദകാലം മുതൽ തന്നെ ഒന്നിലധികം സ്ത്രീകളെ ഭാര്യമാരായി വെക്കുന്ന സമ്പ്രദായം നിലനിന്നിരുന്നു. ഇതിഹാസകാലത്തും നിലനിന്നിരുന്നു. രാമായണത്തിലെ നായകനായ ശ്രീരാമൻ്റെ പിതാവ്, ആ പിതാവായ ദശരഥന് 3 ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് അവരുടെ തന്നെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒക്കെ ഇസ്ലാമിന് നേരെ വിമർശിക്കുന്നത് കൊണ്ടാണ് നമ്മളിതൊരൽപ്പം പറയേണ്ടി വരുന്നത്. മാത്രമല്ല, മഹാഭാരതത്തിലെ നായകനായ ശ്രീകൃഷ്ണൻ ഇന്നും എല്ലാ ആളുകൾക്കും അത് അറിയാവുന്നൊരു യാഥാർത്ഥ്യമാണ്. 16,008 ഭാര്യമാരുണ്ടായിരുന്നു എന്നതാണ് അവരുടെ വിശ്വാസം. 16,008 ഭാര്യമാർ, പേരുകൾ പറയപ്പെട്ട 8 പെണ്ണുങ്ങളും അതിൻ്റെ പുറമെ നരകാസുരൻ്റെ 16,000 പുത്രിമാരും. അദ്ദേഹത്തിന് അങ്ങനെ 16,008 ഭാര്യമാരുണ്ടായിരുന്നു ശ്രീകൃഷ്ണന് എന്നാണ് മഹാഭാരതത്തിലെ നായകനായ ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് അവർ തന്നെയും വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ജൂതമതത്തിലേക്കും ക്രൈസ്തവ മതത്തിലേക്കും പോയാൽ അവർ ബഹുമാനിക്കുന്ന അവരുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലും ബഹുഭാര്യത്വം നിരോധിക്കപ്പെട്ട ഒരു വസ്തുതയല്ല. ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരാൾ കല്യാണം കഴിച്ച ഭാര്യയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഏകപത്നി വ്രതം എന്ന് പറയാവുന്ന ഒരവസ്ഥയിലാണോ ഇന്ന് ഇസ്ലാം വിമർശകരായ ആളുകളൊക്കെ? അല്ല. ആധുനിക സമൂഹത്തിൽ ഇന്ന് പണക്കാരൻ കോൾ ഗേളുകളെയാണ് സ്വീകരിക്കുന്നത്. അവന് ഭാര്യയുണ്ട്, ബഹുഭാര്യത്വത്തൊക്കെ എതിർക്കും, പക്ഷേ അവന് എന്ത് ചെയ്യുന്നില്ല, അവൻ്റെ കാര്യങ്ങൾക്ക് പലപ്പോഴും അവന് കോൾ ഗേളുകളുണ്ട്.
വിളിച്ചാൽ വരാവുന്ന ഗേൾ, അതാണല്ലോ കാൾ ഗേളുകൾ. അങ്ങനെ ഇഷ്ടം പോലെ. പണക്കാർക്ക് അങ്ങനെ, പാവപ്പെട്ടവൻ തെരുവ് വേശ്യകളെ സമീപിക്കുന്നു. അവനും ഒന്നിൽ സംതൃപ്തമാകാത്ത ആളുകൾ, അവർക്കും മാർഗം എന്തുള്ളൂ, വിവാഹം കഴിക്കാനായിട്ട് പറ്റൂല, അത് മോശമല്ലേ, പിന്നെ തെരുവ് വേശ്യകൾ. പണക്കാരനോ അവൻ്റെ ഹോട്ടലിൽ അവൻ്റെ റൂമിലേക്ക് എപ്പോൾ വിളിച്ചാലും കിട്ടാവുന്ന കാൾ ഗേളുകൾ. അതുപോലെ തന്നെ സമൂഹത്തിലെ ഉന്നതന്മാർ, ഭാര്യമാരെ കൈമാറുന്നവർ, ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ വെസ്റ്റേൺ രാജ്യങ്ങളിൽ മാത്രം കേട്ടുകേൾവി ഉണ്ടായിരുന്നവ ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ കേരളത്തിൽ വരെയുള്ള മെട്രോ സിറ്റികളിൽ എന്നത് വ്യാപകമാണ്. രാജ്യത്തിൻ്റെ മെട്രോ സിറ്റികൾ എന്നറിയപ്പെടുന്ന അത്തരത്തിലുള്ള സിറ്റികളിൽ, പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലൊക്കെ ഭാര്യമാരെ വെച്ച് മാറുന്ന സമ്പ്രദായങ്ങൾ വരെ, സംഘരഥി എന്ന് പറയുന്ന സമ്പ്രദായങ്ങൾ, കീ ചെയിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന സമ്പ്രദായങ്ങൾ, കാറിൻ്റെ ചാവി മാറുക, ലൈറ്റ് ഓഫാക്കുക, എല്ലാവരും കൂടെ ക്ലബിൽ കൂടിയവരൊക്കെ കൂടി ചാവി, കാറിൻ്റെ ചാവിയൊരു മേശപ്പുറത്തിടുക, ലൈറ്റ് ഓഫാക്കുക, 1 മിനിറ്റ്, പിന്നെ ഇതിൽ ഒരു കിലുക്കിക്കുത്ത് നറുക്കെടുപ്പ് പോലെയാണ്, ഓരോരുത്തർ ഓരോ ചാവിയും കൊണ്ട് പോവുക. ആ ചാവി ചിലപ്പോൾ വേറെ പെണ്ണായിരിക്കും അതിലിരിക്കുന്നത്. ഇങ്ങനെ ഈ രൂപത്തിലുള്ള പല വൃത്തികെട്ട സംസ്കാരങ്ങളും ഇന്ന് അധുനാധുന സമൂഹം എന്ന് പറയുന്ന ആളുകൾക്കിടയിലും കണ്ടുവരുന്നുണ്ട്. വാസ്തവത്തിൽ ഇസ്ലാം ഇവിടെ എന്താ ചെയ്തത്? ഇസ്ലാം ഈ വിഷയത്തിൽ എന്താണ് ചെയ്തത്? ഇസ്ലാം ചെയ്തത് പണ്ട് കാലഘട്ടത്തിൽ അനിയന്ത്രിതമായി നിലനിന്നിരുന്ന ബഹുഭാര്യത്വം എന്ന് പറയുന്ന സമ്പ്രദായത്തെ 4 പാടുള്ളൂ എന്നാണ് പരിമിതപ്പെടുത്തിയതായി ഇസ്ലാം ചെയ്തത്. അല്ലാതെ ഇസ്ലാം ആദ്യമായിട്ട് ലോകത്ത് ഇന്ന് വരെ എല്ലാവരും ഒരു ഭാര്യയിൽ മാത്രം സംതൃപ്തരായി ഏകപത്നി വ്രതം സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചു വരുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്ന് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പഠിപ്പിച്ചിട്ട് ഒരു ഭാര്യയിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന ആളുകളോടൊക്കെ 4 കെട്ടാൻ പറഞ്ഞു എന്നാണ് തോന്നുക. വിമർശകരുടെ വിമർശനം കേട്ടാൽ അങ്ങനെയാണ് തോന്നുക. വാസ്തവത്തിൽ ഇസ്ലാം ചെയ്തത് ലക്കും ലഗാനുമില്ലാതെ ഇഷ്ടം പോലെ കല്യാണം കഴിച്ച് ഒരുപാട് ഭാര്യമാരുമായി ജീവിതം മുന്നോട്ട് പോയിരുന്ന ആളുകളുടെ ആ പ്രവർത്തനത്തെ എന്തു ചെയ്തു? കൺട്രോൾ ചെയ്തു. അതിൻ്റെ എണ്ണം പരിമിതപ്പെടുത്തി. ഇനി ഇഷ്ടം പോലെ പറ്റൂല, 4 വരെ മാത്രമേ മാക്സിമം ആകാവൂ എന്ന് ഇസ്ലാം പറഞ്ഞു. അതിൻ്റേതായ മാനുഷിക ന്യായങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്, ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്. നമ്മൾ വളരെ കൃത്യമായിട്ട്, മുസ്ലിമീങ്ങൾ പോലും പലപ്പോഴും ഒരല്പമൊന്ന് ചൂളാറുണ്ട്. അയ്യേ, ഇങ്ങനൊരു ഇഷ്ടം പോലെ കെട്ടണ മതം അങ്ങളെ മതല്ലേ എന്ന് പറയുമ്പോൾ ശരിന്നെ എന്ന മട്ടിൽ. അങ്ങനെയല്ല വേണ്ടത്. എന്താ വസ്തുത എന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഈ വിഷയത്തിലുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്ത്, അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്തുള്ള സ്ഥിതി എന്താണ്? ഖൈസ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു സംഭവത്തിൽ കാണാം. അദ്ദേഹം പറയുന്നുണ്ട്, അസ്ലംതു വഇൻദി സമാനി നിസ്വ, ഞാൻ മുസ്ലിമായ കാലത്ത് എൻ്റെ കീഴിൽ 8 പെണ്ണുങ്ങളുണ്ട്. ഞാൻ മുസ്ലിമായ സമയത്ത് എൻ്റെ കീഴിൽ 8 ഭാര്യമാരുണ്ടായിരുന്നു. ഞാനത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് 8 ഭാര്യമാരുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ഇഖ്തർ മിൻഹുന്ന അർബഅ, ഇഖ്തർ മിൻഹുന്ന അർബഅ. 8 ആളെയും വെച്ചുകൊണ്ടിരുന്നോ എന്നല്ല പറഞ്ഞത്. അതിൽ നിന്ന് 4 ആളെ തിരഞ്ഞെടുക്കുക, ബാക്കിയുള്ളവരെ ഒഴിവാക്കുക. 4 ആളെ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ ഗൈലാനു സഖഫി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം മുസ്ലിമായ സമയത്ത് വതഹതഹു 10 നിസ്വ, അദ്ദേഹത്തിൻ്റെ കീഴിൽ 10 പെണ്ണുങ്ങളുണ്ടായിരുന്നു, 10 ഭാര്യമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോടും പറഞ്ഞു, ഇഖ്തർ മിൻഹുന്ന അർബഅൻ വഫാരിഖ് സായിറഹുന്ന, അവരിൽ നിന്ന് 4 ആളെ നിലനിർത്തിക്കോ, ബാക്കിയുള്ളവരെ നീ ഒഴിവാക്കണം, വേർപിരിയണം. അതുപോലെ തന്നെ നൗഫൽ ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ സംഭവത്തിലും റിപ്പോർട്ടിലും കാണാം, അദ്ദേഹവും പറയാണ്, അസ്ലംതു വതഹ്തി 5 നിസ്വ, ഞാൻ മുസ്ലിമായ സമയത്ത് എനിക്ക് 5 ഭാര്യമാരുണ്ടായിരുന്നു. ഫസഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു ഇതിനെപ്പറ്റി. അള്ളാഹിൻ്റെ റസൂലിന് പറഞ്ഞു, ഫാരിഖ് വാഹിദ, ഒരാളെ ഒഴിവാക്കിയിട്ട് അംസിക് അർബഅ, 4 ആള് സ്വീകരിച്ചോളൂ. എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്താണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? ഇസ്ലാമാണോ ഏകപത്നിയെ മാത്രം നിലനിർത്തുന്ന ഒരു സമ്പ്രദായമായിരുന്നു രാജ്യത്ത് അന്നേ വരെ നിലനിന്നിരുന്നതെന്നും ഇസ്ലാം വന്നിട്ട് സ്ത്രീകളെ കണ്ണീര് കുടിപ്പിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ കെട്ടിക്കോ എന്ന് പറഞ്ഞതാണെന്നുമാണല്ലോ വിമർശകന്മാരുടെ വിമർശനം കേട്ടാൽ തോന്നുക. വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ മുമ്പേ ജാഹിലിയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇഷ്ടം പോലെ ഭാര്യമാരെന്ന നിലക്ക് വെച്ചുകൊണ്ടിരുന്ന് അവരിൽ പലരും മുസ്ലിമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? നിയന്ത്രിക്കുകയാണ് ചെയ്തത്.
ഇത്ര 10 ആളുണ്ട്, 5 ആളുണ്ട്, 6 ആളുണ്ട്, 8 ആളുണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നവരോട് എന്താ പറഞ്ഞത്? തൽക്കാലം അവരെ കല്യാണം കഴിച്ചല്ലേ, അവരെയും കൊണ്ട് കൂടിക്കോയെന്നല്ല പറഞ്ഞത്. ഇഖ്തർ മിൻഹുന്ന 4 ആളിൽ പരിമിതപ്പെടുത്തിക്കോ. അപ്പൊ ഇസ്ലാം നിർബാധം നടന്നു വന്നിരുന്ന ഒരു സംഗതിക്ക് വളരെ കൃത്യമായി മാനുഷികമായ മൂല്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തി. മാത്രല്ല, നിയന്ത്രണം ഏർപ്പെടുത്തി 4 കെട്ടിക്കോ എന്ന് പറഞ്ഞാണ്ട് ഒഴിവാക്കി വിട്ടതൊന്നുമല്ല. ഇസ്ലാമിന് ഓരോന്നിനും കൃത്യവും കണിശവും സ്പഷ്ടവുമായ നിയമങ്ങളുണ്ട്. ഇസ്ലാം എന്തു പറഞ്ഞു? നീതി വളരെ നിർബന്ധമാണ്. നീതി പാലിക്കാൻ കഴിയാത്തവൻ ഈ പണിക്ക് മെനക്കെട്ട് പോകരുത് എന്നാ പറഞ്ഞത്. വളരെ കൃത്യമായി പറഞ്ഞു, നീതി പാലിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രം. അതാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചത്. എന്ത്? വഇൻ ഖിഫ്തും, നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ, അല്ലാ തുഖ്സിതു ഫിൽ യതാമ ഫൻകിഹു മാ താബ ലക്കും മിനൻ നിസാ മസ്നാ വ സുലാസ വ റുബാ, 2, 3, 4 ഒക്കെ നിങ്ങൾ വിവാഹം കഴിച്ചോളൂ എന്ന അനുവാദം കൊടുത്ത ഉടനെ എന്താ അല്ലാഹു പറയുന്നത്? ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലു, നിങ്ങൾക്ക് നീതി പാലിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ, നീതിയുടെ വിഷയത്തിൽ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ, ഫവാഹിദ, ഒരാളെ മാത്രമേ നിങ്ങൾ കല്യാണം കഴിക്കാവൂ. അപ്പം നീതി നിർബന്ധമാക്കി. നീതി നിർബന്ധമാണ്. ഏതിലൊക്കെ നിർബന്ധമാണ്? രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ആ വിവാഹം കഴിക്കുന്ന പുരുഷൻ തൻ്റെ 2 ഭാര്യമാരോ 3, 4 വരെയുണ്ടെങ്കിൽ ഔജബൽ അദ്ല ബൈനഹുന്ന ഫി ത്വആമി വസ്സകനി വൽ കിസ്വ വൽ മബീത്, എല്ലാത്തിലും നീതി പാലിക്കണം. ഭക്ഷണം, അവർ കൊടുക്കുന്ന ഭക്ഷണം വിവേചനം പാടില്ല. അവർക്ക് നൽകുന്ന സക്കൻ, താമസിക്കാൻ ഉണ്ടാക്കുന്ന വീട് വിവേചനം പാടില്ല. അവർക്ക് കൊടുക്കുന്ന വസ്ത്രം വിവേചനം പാടില്ല. വൽ മബീത്, അവരോടൊന്നിച്ചുള്ള രാത്രി താമസം വിവേചനം പാടില്ല. എന്താ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടമൊക്കെ കൊടുക്കുന്ന ഒക്കെ യൂണിഫോം തയ്പ്പിച്ച് കൊടുക്കണം എന്നാ? അതല്ല, ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നത് എന്താണോ ആ നിലക്ക് വളരെ കൃത്യമായി നീതി പാലിക്കണം എന്നാണ്. ഇതിന് കഴിയാത്തവൻ്റെ കാര്യം വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂൽ ഗൗരവത്തോടെ പഠിപ്പിച്ചു. മൻ കാനത്തു ലഹു ഇംറഅതാനി ഫമാല ഇലാ ഇഹ്ദാഹുമാ ജാഅ യൗമൽ ഖിയാമ വശിഖ്ഹു മാഇൽ. ഇസ്ലാം പഠിപ്പിക്കുകയാണ്, ആർക്കെങ്കിലും ഒന്നിലേറെ 2 ഭാര്യമാരുണ്ടെങ്കിൽ, ഫമാല ഇലാ ഇഹ്ദാഹുമാ, ഒരുത്തിയിലേക്ക് അവൻ മറ്റവളോട് കാണിക്കുന്നതിനേക്കാൾ, അവളോടുള്ള പെരുമാറ്റത്തേക്കാൾ, അവൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളെക്കാൾ മറ്റൊരുത്തിയിലേക്ക് കൂടുതലായി കൊണ്ട് ചാഞ്ഞു കഴിഞ്ഞാൽ, ജാഅ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവൻ വരുന്നത്, വശിഖ്ഹു മാഇലുൻ, ഒരു ഭാഗത്തേക്ക് ചാഞ്ഞ് വികൃതനായ ഒരു രൂപത്തിലാണ് അവൻ പരലോക കോടതിയിൽ ഹാജരാക്കപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇസ്ലാമിന് ഇതിൽ കണിശമായ കാഴ്ചപ്പാടുണ്ട്. മനുഷ്യനോട് നീതി പാലിക്കാൻ പറഞ്ഞു. എന്നാൽ ഒരു കാര്യത്തിൽ ഇസ്ലാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു. അത് ശത്രുക്കൾ പലപ്പോഴും എടുത്തുദ്ധരിക്കാറുണ്ട്. എന്ത്? പരിശുദ്ധ ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ, നീതി പാലിക്കാൻ കഴിയില്ലെങ്കിൽ ഒരാളെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന്. ശരി, അതേ ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും നിങ്ങൾക്ക് നീതി പാലിക്കാൻ കഴിയുകയില്ലെന്നും. അപ്പൊ പിന്നെ ഫലത്തിൽ എന്തായി? ബഹുഭാര്യത്വം നിഷിദ്ധമാണെന്നല്ലേ ഖുർആൻ കൊണ്ടുവരിക എന്ന് വാദിക്കുന്ന, അങ്ങനെ പറഞ്ഞു നോക്കിയ ആളുകളുണ്ട്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണത്, നമ്മൾ ആ വിഷയത്തിൻ്റെ ഗൗരവം അറിയാൻ ആ വിഷയം ശരിക്കും മനസ്സിലാക്കണം. അതായത് ഇപ്പം ഖുർആനിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു, സൂറത്തുൻ നിസാ, വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാ. ആ സൂറത്തുൻ നിസായിൽ അല്ലാഹു തആല പറയാണ്, നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ല എങ്കിൽ നിങ്ങൾ ഒരുത്തിയെ മാത്രമേ വിവാഹം കഴിക്കാവൂ. ശരി, കുറച്ചും കൂടി താഴോട്ട് പോന്നാൽ അതേ അധ്യായത്തിൽ അല്ലാഹു പറയാണ്, വലൻ തസ്തതീഉ, നിങ്ങൾക്ക് കഴിയില്ല, അൻ തഅദിലു ബൈനൻ നിസാ, സ്ത്രീകൾക്കിടയിൽ നീതി പാലിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. വലൗ ഹറസ്തും, നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും ശരി, അങ്ങനെ സ്ത്രീകൾക്കിടയിൽ നീതി പാലിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. ഇതും ഖുർആനിലുണ്ടല്ലോ, അതേ അധ്യായത്തിൽ തന്നെ. അപ്പോൾ വാസ്തവത്തിൽ 2 ആയത്തും കൂടെ ചേർത്ത് വായിച്ചാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? നീതി പാലിക്കാൻ കഴിയില്ലെങ്കിൽ ഒന്നേ പറ്റൂന്ന് ഖുർആൻ പറയാ. നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ എത്ര അത്യാർത്ഥി കാണിച്ചാലും നീതി പാലിക്കാൻ കഴിയൂല എന്നും പറയാ. അപ്പൊ ഫലത്തിൽ എന്താണ്? ഏക ഭാര്യ മാത്രമേ പാടുള്ളൂ, ബഹുഭാര്യത്വം പാടില്ല എന്നല്ലേ ഖുർആൻ പറയുന്നത് എന്നാണ് ചില ആളുകൾ സംശയിക്കാറുള്ളത്.
അതുകൊണ്ട് ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അല്ലാഹു തആല വലൻ തസ്തതിഉ അൻ തഅദിലു ബൈനൻ നിസാ, ഇസ്ലാം ഒരിക്കലും പ്രായോഗികമല്ലാത്തൊരു കാര്യം പറയില്ലല്ലോ. പ്രായോഗികമല്ലാത്തൊരു നിയമം ഇസ്ലാമിൽ ഉണ്ടാവില്ല. അത് മനുഷ്യന്റെ തലയിൽ നിന്നുണ്ടായ നിയമങ്ങളിൽ അപ്രായോഗികതകൾ ഉണ്ടാവും. ഇത് റഹ്മാനായ റബ്ബിന്റെ നിയമങ്ങളാണ്. ആ നിയമങ്ങളിൽ അപ്രായോഗികത എന്ന ഒന്നുണ്ടാവില്ല, ന്യൂനത എന്നൊന്ന് ദർശിക്കാനാവില്ല, അപാകത എന്നൊന്ന് എടുത്ത് ഉദ്ധരിക്കാനാവില്ല. എങ്കിൽ ഈ രണ്ടായത്തുകളിലും പറഞ്ഞ വിഷയങ്ങൾ രണ്ടും രണ്ടാണ്. ഇവിടെ അല്ലാഹു തആല പറയുന്നു നിങ്ങൾക്ക് നീതി പാലിക്കാൻ കഴിയില്ല നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? തുടർന്നുള്ള വചനം നോക്കൂ, ഫലാ തമീലു കുല്ലൽ മൈലി, എങ്കിൽ അങ്ങനെ നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും 100% നീതി പുലർത്താനൊന്നും നിങ്ങൾക്ക് കഴിയില്ല എന്ന് വെച്ച് ഫലാ തമീലു കുല്ലൽ മൈലി, നിങ്ങളെല്ലാം കൂടെ ഒരു ഭാഗത്തേക്കാണ് ചാഞ്ഞു പോകരുത്, ഒരുത്തിയിലേക്കാണ്ട് ചാഞ്ഞു പോകരുത്. എന്നിട്ട് ഫതദറൂഹാ കൽ മുഅല്ലഖ, ആ പെണ്ണിനെ എന്ത് ചെയ്യുക? കെട്ടിത്തൂക്കപ്പെട്ടൊരവസ്ഥയിൽ ആക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യയാണേനും ഭാര്യക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ആയി മാറുവാൻ പാടില്ല. ഇവിടെ സഹോദരന്മാരെ, ഇവിടെ അല്ലാഹു തആല പറയുന്നത് എന്താണ്? നീതി പാലിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞ വിഷയത ഇസ്ലാം പറഞ്ഞു ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, രാത്രി താമസം, ഇതിലൊക്കെ എല്ലാ ഭാര്യമാരോടും തുല്യ നീതി പാലിക്കണം. ഇതിലൊരു മനുഷ്യന് തുല്യ നീതി പാലിക്കാൻ കഴിയോ? കഴിയും. 100% തുല്യ നീതി പുലർത്താൻ ഈ 4 എണ്ണത്തിലും കഴിയും. ഏതാ 4 എണ്ണം? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, രാത്രി ഒരുമിച്ച് താമസിക്കൽ, ദിവസം ഏത് ദിവസന്മാരുടെ അടുക്കൽ തുല്യമായിട്ട് ഒന്നിലേറെ ഭാര്യമാരുണ്ടെങ്കിൽ ഈ 4 കാര്യങ്ങളിലും നീതി പുലർത്താൻ സാധിക്കും. എന്നാൽ മനുഷ്യനെ എത്ര വിചാരിച്ചാലും നീതി പുലർത്താൻ 100% നീതി പുലർത്താൻ സാധിക്കാത്ത ഒരു മേഖലയുണ്ട്. അതെന്താണെന്നറിയോ? കൽബിൻ്റെ പ്രശ്നമാണ്. കൽബിൻ്റെ പ്രശ്നം. ഒരുത്തിയോട് എനിക്ക് 90% സ്നേഹമെങ്കിൽ അത്ര തന്നെ സ്നേഹം 90.1 2 അല്ല ആവാതെ മറ്റുള്ളവരോടും സ്നേഹിക്കുക, അത് കഴിയില്ല. അത് കഴിയില്ല. ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഒരേ 4 ഭാര്യമാരുള്ള ഒരാൾക്ക് 4 ആളെയും 1 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ലാതെ മാനസികമായിട്ട് സ്നേഹിക്കാൻ കഴിയോ? കഴിയില്ലാന്ന്. അന്തങ്ങൾ അങ്ങനെ പറയുന്നത് കഴിയില്ല, കഴിയില്ല. പെണ്ണുങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, പെണ്ണുങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. നമുക്കൊക്കെ മക്കളില്ലേ? ഒന്നിലേറെ കുട്ടികളുണ്ട്. എല്ലാ കുട്ടികളോടും തുല്യമായിട്ടുള്ളൊരു മാനസികമായ സമീപനം നമുക്കുള്ളത്. വെറുമ്പാക്കാരും പറയേണ്ട, പ്രായോഗികമായിട്ട് മറുപടി പറഞ്ഞാൽ മതി. എല്ലാവർക്കും അറിയാം, കുറച്ച് പ്രായം കുറഞ്ഞ കുട്ടികളോട് കുറച്ച് കൂടുതൽ തോന്നും. അതിൽ തന്നെ കുറച്ച് വൈകല്യമോ പ്രയാസമോ ബുദ്ധിക്ക് കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അതിനോട് കൂടുതൽ തോന്നും. ഇങ്ങനെ എന്നാൽ എല്ലാം നമ്മളെ കുട്ടികളാണ്, നമ്മൾ വിവേചനം കാണിക്കുമോ എന്ന് വിചാരിച്ച് എന്തെങ്കിലും വിവേചനം കാണിക്കുമോ? മാനസികമായിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ അളവ് തുല്യമായ കൃത്യമായ ഒരു തൂക്കത്തിൽ നിർത്താൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല. നമുക്കൊരുപാട് ഫ്രണ്ട്സ് ഇല്ലേ? നമുക്കൊരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, വളരെ ക്ലോസ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും, നമ്മളെ സ്നേഹിതന്മാർ. ഈ സ്നേഹിതന്മാരോടൊക്കെ നമുക്ക് തുല്യ അളവിലാണോ അടുപ്പം? എന്നാൽ എല്ലാവരും നമ്മളെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ? എനിക്കൊരുപാട് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് ഒരുപാടുണ്ട്. എല്ലാവരോടുമുള്ള മാനസികമായിട്ടുള്ള അടുപ്പം നിങ്ങൾക്ക് ഒരേപോലെയാണോ? ഒരു വ്യത്യാസമല്ലേ? വ്യത്യാസമുണ്ട്. കാരണം ഇത് മനുഷ്യനെ പടച്ച മാനുഷികമായ മൂല്യങ്ങൾ അറിയാവുന്ന റഹ്മാനായ റബ്ബ് നിശ്ചയിച്ച നിയമങ്ങളാണ്. ആ അള്ളയാണ് പറയുന്നത് നിങ്ങൾ എത്ര അത്യാഗ്രഹം കാണിച്ചാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് 100% തുല്യത പുലർത്താൻ കഴിയൂല. അതാണ് അള്ളാഹു പറയുന്നത്. അത് മനുഷ്യനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. എൻ്റെ മനസ്സിലേക്ക് ചിലപ്പോൾ ഒരുത്തിനോട് കുറച്ച് കൂടുതൽ തോന്നും, മറ്റവളോട് അത്ര തന്നെ ഉണ്ടാവില്ല. അവളോടൊക്കെ ഉള്ള മൂന്നാമത്തോട് ചിലപ്പോൾ കുറച്ചും കൂടി കൂടുതൽ കുറവായിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിരിക്കും. ഇങ്ങനെയൊക്കെ മാനസികമായ ഒരു അവസ്ഥയിൽ സ്നേഹത്തിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പാടില്ല. അത് മറ്റവൾ അറിയുന്ന നിലക്ക് പ്രകടിപ്പിക്കാൻ പാടില്ല. അത് പ്രകടിപ്പിക്കൽ എവിടെയാണ് ഉണ്ടാവുക? ഭക്ഷണം കൊടുക്കുന്നിടത്ത്, വസ്ത്രം കൊടുക്കുന്നിടത്ത്, താർപ്പിട സൗകര്യങ്ങൾ ഒരുക്കുന്നിടത്ത്, ഒരുമിച്ച് താമസിക്കുന്നിടത്ത്. എനിക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ ആണെങ്കിൽ അവൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കുക, മറ്റവളെ കുറച്ച് താഴ്ത്തിക്കാണുക. അത് പാടില്ല. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അതുണ്ടാവും, എന്നാൽ അത് പുറമേക്ക് പ്രകടിപ്പിക്കാൻ പാടില്ല. ഇതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലൻ തസ്തതിഉ അൻ തഅദിലു ബൈനൻ നിസാ വലൗ ഹറസ്തും. നിങ്ങൾ എത്ര അത്യാഗ്രഹം കാണിച്ചാലും കൊതിച്ചിട്ടും കാര്യമില്ല,
തുല്യനീതി പെണ്ണുങ്ങൾക്കിടയിൽ പുലർത്താൻ നിങ്ങൾക്ക് കഴിയാത്തൊരു മേഖലയുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഫലാ തമീലു കുല്ലൽ മൈലി ഫതദറുഹാ കൽ മുഅല്ലഖ. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയാണ്. ഇത് നോക്കൂ നിങ്ങൾ, ഇതിന് ഉപോത്ബലകമായ മറ്റൊരു ഹദീസ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്സിമു. അള്ളാഹിൻ്റെ റസൂൽ എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ സ്ത്രീകൾക്കിടയിൽ ദിവസത്തെ വീതിക്കാറുണ്ട്. ഫയഅദിലു, അങ്ങനെ കറക്റ്റ് ആ നീതി അനുസരിച്ച് അവിടുന്ന് വീതിക്കാറുള്ളത്. ഇന്ന് ഇന്നയാളുടെ കൂടെ, ഇന്ന ദിവസം ഇന്നയാളുടെ കൂടെ ഒരു വിവേചനവും കാണിക്കാതെയാണ് ഞങ്ങൾക്കിടയിൽ അവിടുന്ന് ദിവസങ്ങൾ വീതിക്കാറുള്ളത്. എന്നിട്ട് വയഖൂലു, അവിടുന്ന് പറയാറുണ്ട്, അള്ളാഹിനോട് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഹാദാ ഖസ്മീ ഫീമാ അംലികു ഫലാ തലുംനി ഫീമാ തംലികു വലാ അംലികു. വളരെ ശരിക്ക് കൃത്യമായി മനസ്സിലാക്കണം നമ്മൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവേ, ഇത് എനിക്ക് കഴിയാവുന്ന വിഷയത്തിലുള്ള വീതം വെപ്പാണ്, എനിക്ക് കഴിയാവുന്ന വിഷയത്തിലുള്ള വീതം വെപ്പാണ് ഞാൻ ഈ നടത്തിയിട്ടുള്ളത്, ഓഹരി വെക്കലാണ്. ഫലാ തലുംനി ഫീമാ തംലികു വലാ അംലികു. എനിക്ക് കൺട്രോളില്ലാത്ത, നിനക്ക് മാത്രം കൺട്രോളുള്ള ചില കാര്യങ്ങളിൽ നീ എന്നെ ആക്ഷേപിക്കരുതേ എന്ന് പറഞ്ഞാൽ ഒരേ രൂപത്തിൽ എല്ലാവരോടുമുള്ളൊരു മാനസികമായ സ്നേഹത്തിൻ്റെ അളവ് ഇങ്ങനെ ഒരു കൃത്യമായിട്ട് ഇങ്ങനെ ത്രാസ് ഇങ്ങനെ നിർത്തി അതുണ്ടാവില്ല. പടച്ചോനെ, അതിൻ്റെ പേരിൽ നീ എന്നെ എന്ത് ചെയ്യരുതേ, ആക്ഷേപിക്കരുതേ. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനിതാ നീതി പുലർത്തിയിട്ടുണ്ട്. എന്താണ് കൺട്രോളില്ലാത്ത കേന്ദ്രത്തെ പറ്റി റബ്ബേ നീ എന്നെ ആക്ഷേപിക്കല്ലേ എന്ന് പറയുന്നത്? അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൽ അബൂദാവൂദ് റഹിമഹുല്ലാ ശേഷം പറയുന്നുണ്ട്, യഅ്നി അൽ ഖൽബ്, ഹൃദയത്തിൻ്റെ മാനസികമായിട്ടുള്ള സ്നേഹത്തിൻ്റെ അളവാണ് ആ പറയുന്നത്. അപ്പോൾ ഇസ്ലാം അങ്ങനെയാണ് ആ വിഷയത്തിൽ കൃത്യമായി തന്നെ ഇടപെട്ടിട്ടുള്ളത്. ഇനി സഹോദരന്മാരെ, ചിലപ്പോൾ ആളുകൾ ചോദിക്കും, ആദ്യത്തെ ഭാര്യ രോഗിയോ അല്ലെങ്കിൽ കുട്ടികളൊന്നും ഉണ്ടാവാത്ത, പ്രസവിക്കാത്ത, വന്ധ്യയോ ഒക്കെ ആവണം എന്ന നിബന്ധനയുണ്ടെങ്കിലേ ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിക്കുന്നുള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. അതായത് ആദ്യത്തെ ഭാര്യയ്ക്ക് രോഗിയാവണം, അല്ലെങ്കിൽ അവൾ കുട്ടികളൊന്നും ഉണ്ടാവാത്ത, പ്രസവിക്കാത്ത പെണ്ണാണ്, അങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളിലാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പാടില്ല. അങ്ങനത്തെ നിയമമൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാം പറഞ്ഞത് ആദ്യ ഭാര്യ രോഗിയാണോ, ആദ്യത്തെ ഭാര്യയിൽ കുട്ടികളുണ്ടോ ഇല്ല, അതൊന്നുമല്ല ഇസ്ലാം പറഞ്ഞത്. നീതി പുലർത്താനാകുമോ എന്നാണ് ഇസ്ലാമിൻ്റെ ചോദ്യം. അല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്. നീതിയാണ് മാനദണ്ഡം, നീതിയാണ് മാനദണ്ഡം. അതല്ലെങ്കിൽ സ്വഹാബത്തിനൊന്നും ഇസ്ലാം മനസ്സിലായില്ല എന്നല്ലേ അർത്ഥം. നിങ്ങൾ നോക്കൂ, മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മോളാണ് ഹഫ്സ ബീവി. ഹഫ്സ റളിയല്ലാഹു അൻഹ ഉമർ ഖത്താബിൻ്റെ മോളാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹഫ്സ ബീവി എന്ന സ്വന്തം മകളെ നിങ്ങൾ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ച് നടന്നു പലരോടും. ആരോടൊക്കെ ചോദിച്ചതെന്നറിയോ? ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂബക്കർ, എൻ്റെ മോളെ കല്യാണം കഴിക്കുമോ ഹഫ്സാനെ? ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിൽ വേറെ ഭാര്യമാരുണ്ട്. ആ ഭാര്യമാരാരും രോഗികളുമല്ല, വന്ധ്യകളുമല്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ, ആദ്യ ഭാര്യ രോഗിയോ ആദ്യ ഭാര്യ പ്രസവിക്കാത്തവളോ ഒക്കെ ആണെങ്കിൽ മാത്രമേ രണ്ടാമത്തൊന്നിനെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഉമർ ഖത്താബ് മനസ്സിലാക്കിയതെങ്കിൽ സ്വന്തം മോളായ ഹഫ്സനെ നീ കല്യാണം കഴിക്കുമോ എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കില്ല. ഇനി സഹോദരന്മാരെ, ഇസ്ലാം ചില അനിവാര്യ സന്ദർഭങ്ങൾ, ബഹുഭാര്യത്വത്തിന് അനുവദിക്കേണ്ടി വന്ന ചില അനിവാര്യ സാഹചര്യങ്ങൾ ബുദ്ധിപരമായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്ന്, സമൂഹത്തിൽ പലപ്പോഴും സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. എവിടെ എടുത്തു നോക്കിയാലും സ്ത്രീകളുടെ എണ്ണം സമൂഹത്തിൽ വർദ്ധിക്കുന്നു. ഒന്ന്, പ്രകൃത്യായുള്ള നിലക്ക് തന്നെ എവിടെ ഒരു ഹോസ്പിറ്റലിൽ 100 പ്രസവം നടന്നാൽ മെജോറിറ്റിയും പെൺകുട്ടികളാണ്. അത് പ്രകൃത്യായുള്ള വർധനവ്. അതിൻ്റെ പുറമെ ലോകാടിസ്ഥാനത്തിൽ യുദ്ധങ്ങളിലും അതുപോലെയുള്ള കെടുതികളിലുമൊക്കെ പലപ്പോഴും മരണം വരിക്കേണ്ടി വരുന്നവരിൽ ബഹുഭൂരിഭാഗവും ആരാണ്? സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരാണ്. അപ്പോൾ വിധവകളായി മാറുന്നു. യുദ്ധഘട്ടങ്ങളിലും മറ്റ് കാര്യങ്ങളിലുമൊക്കെ ആയിക്കൊണ്ട് സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുകയും പുരുഷന്മാരുടെ എണ്ണം അതിലൂടെയും കമ്മി വരുന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയിലെ 50 ലക്ഷം പുരുഷന്മാരാണ് മരിച്ചു വീണതെന്നാണ് ചരിത്രം കണക്ക്. 2ാം ലോക മഹായുദ്ധം ഉണ്ടായപ്പോൾ 50 ലക്ഷം പുരുഷന്മാരാണ് മരിച്ചു വീണത്. യുദ്ധത്തിൻ്റെ മുമ്പ് അവിടുത്തെ സ്ത്രീ പുരുഷ അനുപാതം എങ്ങനെയായിരുന്നു? സമായിരുന്നു, ഈക്വലായിരുന്നു. യുദ്ധത്തിൻ്റെ മുമ്പ് സ്ത്രീയും പുരുഷനും അവിടെ സമമായിരുന്നുവെങ്കിൽ
ജർമ്മനിയിൽ യുദ്ധം കഴിഞ്ഞു നോക്കുമ്പോൾ അത് യുദ്ധശേഷം 50 ലക്ഷം സ്ത്രീകൾ അധികമായി എന്നാണ്. മാത്രമല്ല ജപ്പാനിലെയും ജർമ്മനിയിലെയും സ്ത്രീകൾ അന്ന് പ്രകടനം നടത്തി എന്നാണ് തെരുവുകളിലൂടെ, ഞങ്ങൾക്കൊരു ഭർത്താവിനെ തരണമെന്ന്. വാണ്ടഡ് ആൻഡ് ഈവനിങ് ഗസ്റ്റ് എന്ന് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പല വീടുകളുടെയും മുമ്പിൽ. വാണ്ടഡ് ആൻഡ് ഈവനിങ് ഗസ്റ്റ്, എനിക്കൊരു സായാഹ്ന അതിഥിയെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ കൊടിപിടിക്കുന്ന ഒരവസ്ഥ വരെ ആ കാലഘട്ടത്തിൽ ഉണ്ടായി. എന്താ ഇതിന് അന്ന് പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ടത്? ബഹുഭാര്യത്വമാണ് നിർദ്ദേശിക്കപ്പെട്ടത്. പല സ്ഥലങ്ങളിലും പലർക്കും അത് അംഗീകരിക്കേണ്ടി വന്നു. ഇങ്ങനെ സമൂഹത്തിൽ സ്ത്രീകളുടെ എണ്ണം ഇങ്ങനെ ധാരാളക്കണക്കിന് പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ അധികമായി നിൽക്കുമ്പോൾ എന്താണ് പരിഹാരം പറയാനുള്ളത്? എന്താണ് പരിഹാരം? ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ ഓരോരുത്തരും ഓരോ പെണ്ണുങ്ങളെ മാത്രം കല്യാണം കഴിക്കുകയാണെങ്കിൽ ബാക്കി വരുന്ന സ്ത്രീകളെക്കുറിച്ച് എന്ത് പരിഹാരമാണ് ലോകത്തിന് പറയാനുള്ളത്? ഒരു വിഭാഗം പറയുന്നത് എന്താണ്? ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ തന്നെ അവർക്കൊരു ഭർത്താവൊന്നുമില്ലാത്ത വേദന ഉള്ളിൽ ഒതുക്കി അങ്ങനെ ജീവിച്ചോട്ടെ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തോട്ടെ. അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ ഈ പരിഹാരം? അത് മാനുഷികമാണോ? രണ്ടാമത്തെ ചില ആളുകൾ പറഞ്ഞു, എന്തിനാ ഇപ്പം കല്യാണം കഴിക്കുന്നത്? രഹസ്യമായിട്ട് കുറെ കീപ്പുകൾ ഉണ്ടാക്കിയ പോരെ, രഹസ്യ കാമുകന്മാരെ തേടി വ്യഭിചരിക്കട്ടെ. അതിപ്പോൾ വലിയൊരു വിഷയമൊന്നുമല്ലല്ലോ. കല്യാണം എന്ന് പറഞ്ഞാൽ ഔദ്യോഗികം, മറ്റത് അനൗദ്യോഗികം എന്നല്ലേ ഉള്ളൂ. അതിലിപ്പോൾ എന്താ ഉള്ളത്? യുക്തിവാദികൾക്കും നിരീശ്വര നിർമ്മതവാദികൾക്കൊക്കെ വളരെ നന്നായി തോന്നിയ രണ്ടാമത്തെ അഭിപ്രായവും മാനുഷികമായ മൂല്യങ്ങൾ പരിഗണിക്കുന്ന ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അന്യമാണ്. ഈ പറഞ്ഞ രണ്ട് പരിഹാരവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മറിച്ച് ഇസ്ലാം അവിടെ ഇടപെട്ടിട്ട് പറഞ്ഞു, ചിലരെങ്കിലും ഒന്നിലേറെ വിവാഹം കഴിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാവൂലേ? ചിലരെങ്കിലും ഒന്നിലേറെ വിവാഹം കഴിച്ചാൽ അവരെങ്കിലും രക്ഷപ്പെടൂലേ? ഇതാണ് ഇസ്ലാം സ്വീകരിച്ചത്. മനസ്സിലാക്കണം. അപ്പൊ അങ്ങനത്തെ ഘട്ടം വന്നപ്പോൾ ഇസ്ലാം അവിടെ ഒരു മാർഗമായി കണ്ടു ബഹുഭാര്യത്വം. ഇനി സഹോദരന്മാരെ, വേറെയും പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ? ഇപ്പൊ ഭാര്യ നിത്യരോഗിയാണ്, ഉദാഹരണം പറയാം, ഒരു പെണ്ണ് നിത്യരോഗിയാണ്, അല്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് ലൈംഗികമായ ശേഷിയില്ല, അങ്ങനെ ഉണ്ടാവാലോ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? അവളെ തൊലാക്ക് ചൊല്ലുന്നതിനേക്കാൾ നല്ലതെന്താ? ഭാര്യ നിത്യരോഗിയാണ്, എന്നാ എന്നെ മൊഴി ചൊല്ലുക, പൊയ്ക്കോ എന്ന് പറഞ്ഞു തൊലാക്ക് ചൊല്ലുന്നതിനേക്കാൾ, അവളെ വഴിയാധാരമാക്കി വിടുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതെന്താണ്? നിത്യരോഗിയായ ഭാര്യയെ, അല്ലെങ്കിൽ ലൈംഗിക ശേഷിയില്ലാത്ത ഭാര്യയെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു വിവാഹത്തിലൂടെ ഈ പുരുഷന് തൻ്റെ പരിഹാരം കാണാമല്ലോ. അവിടെയും ഇസ്ലാം ഇടപെട്ടു. അതല്ല അവളെ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ നിലനിർത്തുക, നിത്യരോഗിയായ ഭാര്യയാണ്, കല്യാണം കഴിച്ച ആൾക്കാരെന്തോ പറയും എന്നും വിചാരിച്ച് നിത്യരോഗിയായ ഭാര്യനെ ഇങ്ങനെ നിലനിർത്തുക, എന്നിട്ടിങ്ങനെ രഹസ്യമായിട്ട് മറ്റു പെണ്ണുങ്ങളെ അടുത്തേക്ക് പോകലാണോ പരിഹാരം? ഇസ്ലാം പാടില്ല എന്ന് പറയുന്നു. ഇവിടെയും പരിഹാരം എന്തേ ഉള്ളൂ? മാന്യമായിട്ട് വിവാഹം കഴിക്കലാണ്. സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും, ഇത് നേരെ മറിച്ചുണ്ടാവാലോ എന്ന്. അങ്ങനെ ഉണ്ടാവാലോ? ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കേണ്ട പോലെ ഈ മറിച്ചും ഉണ്ടാവൂലേ? ഭർത്താവ് നിത്യരോഗിയാണ്, അല്ലെങ്കിൽ ഭർത്താവിന് ലൈംഗിക ശേഷിയില്ല, പെണ്ണെന്ത് ചെയ്യണം? അവളെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഇസ്ലാം അവൾക്ക് പരിഹാരം പറഞ്ഞു കൊടുത്തു. എന്താ? പിരിഞ്ഞോളാൻ പറഞ്ഞു. ഭർത്താവ് നിത്യരോഗിയാണ്, ഒന്നിച്ച് കഴിയാൻ പറ്റൂലേ, പിരിഞ്ഞോളൂ, എന്നൊക്കെ അനുവാദമുണ്ട്. ലൈംഗിക ശേഷിയില്ലേ? പ്രവാചകൻ്റെ മുമ്പിൽ നിന്ന് പരാതി വന്നിട്ടുണ്ട്, പ്രവാചകരെ, എൻ്റെ ഭർത്താവ്, അയാൾക്ക് കുടുംബജീവിതത്തിൽ യാതൊരു താല്പര്യമില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല, അയാളെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായി അദ്ദേഹത്തിന് ശേഷിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നിനക്ക് ഒഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നാണ്. ഇസ്ലാം അനുവാദം കൊടുത്തു. അവിടെയാണ് ഇസ്ലാം ഇടപെടുന്നത്. ഓരോ രംഗത്തും പ്രയാസങ്ങൾ മനുഷ്യൻ അനുഭവിക്കുന്ന ഏത് ഘട്ടങ്ങളിലും അവിടെ ഇടപെടുകയാണ്. അതേ അവസരത്തിൽ തീരെ പ്രസവിക്കാത്തൊരു പെണ്ണാണെങ്കിൽ, വന്ധ്യയായ പെണ്ണാണെങ്കിൽ, ഹൈന്ദവ മതഗ്രന്ഥം മനുസ്മൃതി ശുപാർശ ചെയ്തത് വിവാഹമോചനാണ്. ഇസ്ലാം അത് പറഞ്ഞില്ല. ഒരു പെണ്ണ് പ്രസവിക്കാത്ത പെണ്ണാണെങ്കിൽ അവളെ ഒഴിവാക്കിക്കോന്നൊന്നും പറഞ്ഞില്ല. മനുസ്മൃതിയിൽ രേഖപ്പെടുത്തിയത് എന്താണെന്നറിയോ? വന്ധ്യയായ ഭാര്യയെ 8 വർഷം കഴിഞ്ഞും, ചാപ്പിള്ള പ്രസവിക്കുന്നവളെ 10 വർഷം കഴിഞ്ഞും, പെണ്ണ് മാത്രം പ്രസവിക്കുന്നവളെ 11 വർഷം കഴിഞ്ഞും, അഭിപ്രായം പറയുന്നവളെ ഉടനെയും ഉപേക്ഷിച്ച് വേറെ വിവാഹം ചെയ്യേണ്ടതാണ്. ഈ സ്ത്രീകൾക്ക് സന്തോഷത്തിനായി യാതൊന്നും കൊടുക്കേണ്ടതില്ല എന്ന മനുസ്മൃതിയിലുള്ളതായി അത് സംബന്ധമായി പഠനം നടത്തിയിട്ടുള്ള ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഇസ്ലാം ഇവിടെ മാന്യമായ ഇടപെടലാണ് ഇടപെടുന്നത്. ഇസ്ലാം പറയുന്നത് ഒരു പെണ്ണ് വന്ധ്യയായതുകൊണ്ട് അവളെ ഉടനെ ഒഴിവാക്കണം എന്ന് പറയുന്നില്ല.
അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച് വെക്കുന്നതിന് ഒരു ഒഴിവാകാം. അതല്ലെങ്കിൽ അവളെ നിലനിർത്തിയിട്ട് മറ്റൊരു വിവാഹത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ്, അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി സഹോദരങ്ങളെ, സമൂഹത്തിൽ പഠനങ്ങൾ വെളിപ്പെടുത്തുന്ന ചില വസ്തുതകളുണ്ട്. സമൂഹത്തിൽ 4% പേർക്ക് മറ്റുള്ളവർക്കുള്ളതിനേക്കാൾ കൂടിയ ലൈംഗിക ശേഷി ഉണ്ട് എന്നാണ്. അവർക്കൊന്നും മതിയാവില്ല. ഭാര്യയുടെ ആർത്തവ പീരീഡിൽ പ്രസവത്തിൻ്റെ കാലത്ത് ചിലപ്പോൾ വ്യഭിചരിക്കാൻ പോകേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടാവാമെന്ന് സമൂഹത്തിൽ. അങ്ങനെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? അവന് കടക്കാനാവാത്ത കാമദാഹം, എന്താണ് പരിഹാരം? ഇസ്ലാം പറയുന്നു, മാന്യമായിട്ട് വേറെ വിവാഹം കഴിച്ചു. അതല്ലാതെ കീപ്പിനെ തേടി പോകരുത്, വ്യഭിചാരിക്കാൻ പോകരുത്, മോശപ്പെട്ട കാര്യങ്ങൾക്ക് പോകരുത്. അത്തരം ഘട്ടങ്ങളിൽ നേരെ മറിച്ചുണ്ടാവാലോ. സമൂഹത്തിലൊരു 4% സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടാവാലോ. പുരുഷൻ അതിന് കൊള്ളില്ല, പുരുഷൻ ആ നിലക്കുള്ള കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. നേരത്തെ പറഞ്ഞ മറുപടി തന്നെയാണ് അവിടെയുള്ളത്. ഇസ്ലാം പറയുന്നു, പെണ്ണിനോട് നിനക്ക് പിരിഞ്ഞു പോകാം, മാറിപ്പോകാം. കാരണമായിട്ട് ഇസ്ലാമിൻ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ രഹസ്യമായി അന്യ സ്ത്രീകളെ സമീപിക്കാൻ ഒരിക്കലും ഇസ്ലാം പറയുന്നില്ല. സമൂഹത്തിൽ പലപ്പോഴും ഒരാൾ ഒന്നിലേറെ അനിവാര്യമായ ഘട്ടത്തിലൊരു കല്യാണം കഴിച്ചാൽ അവൻ്റെ മാർക്കറ്റ് പോയി. അതേ അവസരത്തിൽ അവനെ എത്ര വ്യഭിചരിച്ചു എന്നറിഞ്ഞാലും കുടുംബക്കാർക്കും കുഴപ്പമില്ല, മറ്റുള്ളവർക്കും കുഴപ്പമില്ല. 2 പെണ്ണിട്ടീന്ന് കേട്ടാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പം ആളുകളുടെ ഒരു മാനസികമായൊരവസ്ഥയാണത്. ഇനി സഹോദരന്മാരെ, സ്വാഭാവികമായിട്ട് ഉയരുന്നൊരു ചോദ്യമുണ്ട്. എന്നാൽ പിന്നെ സ്ത്രീകൾക്കാണ് ആ നിലക്കുള്ള ലൈംഗിക ശേഷി കൂടുതൽ എങ്കിൽ അവർക്ക്, നിങ്ങളിപ്പോൾ ബഹുഭാര്യത്വമാണല്ലോ പറഞ്ഞത് പുരുഷന്മാർക്ക്, എന്നാൽ സ്ത്രീകൾക്ക് ബഹുഭർത്തൃത്വം ആയിക്കൂടെ? ഒരു പെണ്ണിന് 4 പുതിയാപ്പിളായിക്കോട്ടെ, അതിനെന്താണ്? ബഹുഭർത്തൃത്വം ആയിക്കോട്ടെ എന്നാണ് ചോദിക്കുന്നത്. ഒരു മനുഷ്യൻ, ഒരു പെണ്ണും അംഗീകരിക്കൂല അത്. വെറുതെ വർത്താനം പറയതല്ല. അത് ഏതെങ്കിലും ഒരു പെണ്ണ് എനിക്ക് 4 പുതിയാപ്പിള, ഒന്നിലേറെ ഭർത്താക്കന്മാരുണ്ടായിക്കോട്ടെ എന്ന് മാന്യതയുള്ള ഒരു പെണ്ണും ആഗ്രഹിക്കൂല, ബുദ്ധിപരമായി തന്നെ. ഇനി അതിൻ്റെ മറ്റ് നിയമങ്ങളിലേക്ക് നോക്കിയാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട്. ആരാ അച്ഛൻ എന്നാ പറയാ? പിതാവിൻ്റെ കോളത്തിൽ സ്കൂളിലും കുട്ടിനെ ചേർക്കാൻ ചെല്ലുമ്പോഴും പഞ്ചായത്തിലും ബർത്ത് സർട്ടിഫിക്കറ്റിലും ഒക്കെ അച്ഛൻ്റെ കോളത്തിൽ, ഫാദറിൻ്റെ കോളത്തിൽ ആരുടെ പേരെഴുതും? ഒരു തീരുമാനം പറയേണ്ടി വരും. 4 ആളും കൂടി ഒന്നിച്ചൊരു തീരുമാനം എടുക്കേണ്ടി വരും. ഇത് എൻ്റെതാന്ന് പറഞ്ഞോ, ഇത് എൻ്റെതാന്ന് ഞാൻ പറഞ്ഞോളാം എന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഇതൊക്കെ സമൂഹത്തിൽ നിലനിന്നിരുന്നില്ലേ? പല പുരാതന സമൂഹങ്ങളിലും ബഹുഭർത്തൃത്വം നിലനിന്നിരുന്നു. പഞ്ചപാണ്ഡവന്മാരുടെ ഭാര്യയായിട്ട്, പഞ്ചപാണ്ഡവന്മാർ 5 ആളല്ലേ? 5 പാണ്ഡവന്മാർക്കൊരു പാഞ്ചാലിയ. അതല്ലേ ചരിത്രങ്ങളിലും ഐതിഹ്യങ്ങളിലൊക്കെ പറയുന്നത്. ഇസ്ലാം അത് അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യയിൽ തന്നെ, ഇന്ത്യ, നമ്മുടെ കേരളം, എനിക്കോർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഒരു അയൽവാസിയായ ഒരു അമുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, കുടുംബങ്ങളുണ്ടായിരുന്നു. ഒരു ചേച്ചിയാണ്, 2 ഭർത്താക്കന്മാരായിരുന്നു. കുട്ടികൾ ചെറിയച്ഛൻ വലിയച്ഛൻ എന്ന് വിളിക്കും. ആരുടേതാ? ആരാ പിതാവ്? അവിടെ സംഘടനകളല്ലേ ഉണ്ടാവുള്ളൂ. ചരിത്രത്തിൽ അങ്ങനെയല്ലേ? ഓരോരുത്തർക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസം മറ്റൊരും കയറി ചെല്ലാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊരിക്കലും ബുദ്ധിയും യുക്തിയും ഒന്നും അംഗീകരിക്കുന്നില്ല. ബഹുഭർത്തൃത്വം എന്ന് പറയുന്ന സമ്പ്രദായം മനുഷ്യന്റെ പ്രകൃതി തന്നെ ഇത് നിരാകരിക്കുകയാണ്. ലൈംഗിക ബന്ധത്തിന്റെ കാര്യത്തിൽ വിവിധ ഭർത്താക്കന്മാർക്കിടയിൽ പെരുമാറ്റച്ചട്ടം വെക്കേണ്ടി വരും. അവിടെ പ്രശ്നങ്ങൾ സംഘട്ടനത്തിന് വഴിവെക്കുക ഉറപ്പാണ്. മാത്രമല്ല, ഗർഭധാരണം ഉണ്ടായാൽ അതിൻ്റെ ശേഷമുണ്ടാകുന്ന പൊല്ലാപ്പുകൾ, പ്രശ്നങ്ങൾ, ആര് പരിചരിക്കണമെന്നത്, സ്നേഹം ആത്മാർത്ഥമാവാൻ കഴിയില്ല രംഗത്ത്. ആരുടെ കുട്ടിയാണെന്ന് എങ്ങനെ തീരുമാനിക്കും? പിതൃത്വത്തിൻ്റെ പ്രശ്നം വന്നാൽ ആരാ കുട്ടിയുടെ ബാപ്പ, ആരാ കുട്ടിയുടെ പിതാവെന്നറിയാൻ DNA ടെസ്റ്റ് നടത്താൻ വരെ കാത്തിരിക്കേണ്ടി വരില്ലേ? ഒരു കുട്ടിനെ ഞാൻ സ്നേഹിക്കണമെങ്കിൽ എനിക്ക് റിപ്പോർട്ട് കിട്ടുന്നത് എൻ്റെ കുട്ടി തന്നെയാണോന്ന്. അതിന് DNA ടെസ്റ്റല്ലേ ഇപ്പം ഇന്നത്തെ ആധുനിക പരിഹാരം. അപ്പം അതിനൊന്നും വകുപ്പില്ല. അത്രമാത്രം ഒരവസ്ഥ മാനുഷികമായ മൂല്യങ്ങളോട് നിരക്കാത്തതാണെന്ന് ഇസ്ലാമിനറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അംഗീകാരമേ കൊടുത്തിട്ടില്ല. മാത്രമല്ല, പ്രശ്നമല്ലേ, ഒന്നിലേറെ ഭർത്താക്കന്മാരിലൊരു പെണ്ണ്, ആ ഭർത്താക്കന്മാരിൽ സാമ്പത്തിക രംഗത്ത് ഉച്ചനീചത്വങ്ങളുള്ളവരുണ്ടാവില്ലേ? ചില ഭർത്താവ് വലിയ പണക്കാരനാവും, ചിലവൻ ഇടത്തരക്കാരനാവും, ചിലവൻ ഒന്നുമില്ലാത്ത ഫക്കീറായിരിക്കും. കുട്ടികൾക്ക് സമ്പത്ത് ഓഹരി വെക്കുമ്പോൾ ഏതച്ഛൻ്റെ മുതലാ ഓഹരി വെക്കാം? ഏതച്ഛൻ്റെ മുതലാ ഓഹരി വെക്കുക? ആരാനാ തീരുമാനിക്കുക? ടെസ്റ്റ് നടത്തേണ്ടി വരും ആരുടെ കുട്ടിയാണ്. അപ്പം അതുകൊണ്ട് അപ്രായോഗികവും മാന്യതയ്ക്ക് നിരക്കാത്തതും സംസ്കാര ശൂന്യവുമായ ഒരു നിയമങ്ങളും ഇസ്ലാമിക ശരീഅത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ
മാന്യതയുള്ള ഒരു സ്ത്രീയും അതൊട്ട് ആഗ്രഹിക്കുകയും ഇല്ല. ഇനി സഹോദരന്മാരെ, അവസാനമായി ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. അതായത്, ബഹുഭാര്യത്വ രംഗത്തുള്ള ചൂഷണങ്ങൾക്ക് ഇസ്ലാം ഒരിക്കലും ഉത്തരവാദിയല്ല. ചൂഷണത്തിൻ്റെ മേഖലയായിട്ട് ഇതൊന്നും മാറുകയാണ്. അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് ഗൗരവത്തോടുകൂടെ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഒരു വാശിപ്പുറത്ത് പോയിട്ടൊക്കെ 2 പെണ്ണിട്ടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വാശി തീർക്കാനും അതുപോലെ തന്നെ ആവേശം കൊണ്ട് ചാടിക്കളിക്കാനും ഒരു ഹരത്തിന് വേണ്ടി ചാടിക്കളിക്കാനോ എന്നുള്ള വകുപ്പല്ല ഇസ്ലാം അനുവദിച്ച ബഹുഭാര്യത്വം എന്ന് പറയുന്നത്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട സംഗതിയാണ്. അത് തന്നെയും 100% ഇസ്ലാം നിർദ്ദേശിച്ച കാര്യങ്ങളിൽ നീതി പുലർത്താൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാടില്ല. ഇന്ന് പലപ്പോഴും നമുക്ക് വാശിയുടെ പുറത്ത് പോയിട്ട് കല്യാണം കഴിക്കുന്നത് കാണാൻ സാധിക്കും. ചില ആൾക്കാർ ഒരു പ്രസംഗം കേട്ടിട്ട് ആവേശം കൊണ്ടൊക്കെ പെണ്ണിട്ടാൻ പോകും. ബഹുഭാര്യത്വം ഭയങ്കര ഉഷാറാണ്, നാളെ പോയിട്ട് പെണ്ണിട്ട്. അങ്ങനെ ഒരു പ്രസംഗം കേട്ടിട്ട്, അല്ലെങ്കിൽ ബഹുഭാര്യത്വത്തിൻ്റെ ആവശ്യകതയൊക്കെ പറയുന്ന ഒരു പുസ്തകം വായിച്ചിട്ട്, ഒരു ലേഖനം വായിച്ചിട്ട്, അല്ലെങ്കിൽ വേറൊരാളിങ്ങനെ ജീവിക്കുന്നത് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കണ്ടിട്ട് നമ്മളിങ്ങനെ സന്തോഷിച്ചിട്ട്, കണ്ടോ അയാൾക്ക് എത്ര പെണ്ണുങ്ങളല്ലേ, എന്തായിരിക്കില്ല, നല്ല ആരായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ്, എന്തല്ലേ അവരൊരു ജീവിതമല്ലേ, അവർക്ക് 1, 2, 3, 4 ഇതൊക്കെ എനിക്കും ഒന്നായിക്കൂടെ എന്നിങ്ങനെ വേറൊരാളെ ജീവിതം കണ്ടിട്ടും ഒരു പുസ്തകം വായിച്ച ആവേശത്തിനും ഒരു പ്രസംഗം കേട്ട ആവേശത്തിനൊന്നും പോയിട്ട് കൈകാര്യം ചെയ്യേണ്ട മേഖലയല്ല രണ്ടാമത്തെ വിവാഹം കഴിക്കുക എന്നുള്ളത്. അത് വളരെ ആവശ്യമുണ്ടെങ്കിൽ വളരെ നീതി പുലർത്താൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. നന്നായി ചിന്തിക്കേണ്ട മേഖലയാണത്. വാശി തീർക്കാൻ വേണ്ടി 2 കെട്ടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുണ്ട്. വാശിപ്പുറത്ത് കല്യാണം കഴിക്കുക. എന്തിനാണ് കല്യാണം കഴിച്ച്? ഒരു വാശിയായിരുന്നു. എന്താ കാരണം എന്നറിയോ? ചില ആൾക്കാരുണ്ടാകരെ മുമ്പ് അവളൊന്ന് അന്വേഷിച്ച് എനിക്ക് കല്യാണം കഴിച്ചു തരുമോ എന്നുള്ള വാപ്പനോട് കുടുംബത്തിൽ പോയി അന്വേഷിച്ചപ്പോൾ അന്ന് ഞാൻ ഫക്കീറായിരുന്നു, അന്ന് എൻ്റെ അടുത്ത് കാശില്ല, അപ്പോൾ ഒരു കുറച്ച് പണക്കാരാണ്, അപ്പോൾ അന്ന് എനിക്ക് അവളെ കല്യാണം കഴിച്ച് തന്നില്ല. അപ്പോൾ അതെൻ്റെ മനസ്സിലിങ്ങനെ വാശി. അങ്ങനെ ഞാൻ ഗൾഫിലൊക്കെ വന്ന് കുറച്ച് 4 കാശൊക്കായി പുത്തൻ പണക്കാരനായപ്പോൾ ഞാൻ ചെന്നിട്ട് വരെ നിങ്ങളെ മോളെ എനിക്ക് കല്യാണം കഴിച്ചു തരുമോ? അങ്ങനെ വാശി, അവളെ കെട്ടിയടങ്ങുള്ളൂ. അങ്ങനെ വാശിക്ക് ചെയ്യേണ്ട കാര്യമല്ല വിവാഹം. അങ്ങനെ ചെയ്യേണ്ടതല്ല, അത് പാടില്ല. അതുകൊണ്ടൊക്കെ ഗുണമല്ല ഉണ്ടാവുക, ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഭാര്യനോട് തെറ്റുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ഭാര്യനോട് പടങ്ങുക. ഇതൊക്കെ കുടുംബജീവിതത്തിൽ തട്ടിമുട്ടി നിൽക്കൂലേ? ജീവിതം എന്ന് പറഞ്ഞാൽ അതല്ലേ. ഭാര്യനോടാണ് പണങ്ങിയിട്ട് എന്നാ ഞാൻ കാണിച്ചു തരാം, എന്നപ്പം ഞാൻ കിട്ടിയ അടങ്ങുള്ളൂ. അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരോട് പിണങ്ങി, അളിയനോട് പിണങ്ങി, അമ്മായിമ്മാനോട് പിണങ്ങി, അമ്മോശം കാക്കാനോട് പിണങ്ങി, അങ്ങനെ അവരുടെ കുടുംബത്തോട് പിണങ്ങി എന്നാ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് വാശി തീർക്കാൻ വേണ്ടിയിട്ട് അവരെ ഒന്നും മനസ്സ് ടെൻഷനാക്കണം എന്ന് വിചാരിച്ചിട്ട് പോയി ചെയ്യേണ്ട സംഗതിയല്ല ഇത്. അതൊന്നും നിലനിൽക്കൂല, അതൊന്നും ഗുണം പിടിക്കൂല. മാത്രല്ല അതൊക്കെ എന്താണെന്നറിയോ, ഈ പിണക്കം തീർന്നാൽ പിന്നെ ഇവനെന്നെ തോന്നും വേണ്ടിയിരുന്നില്ല. പിണക്കത്തിൻ്റെ പുറത്ത് പോയി കെട്ടിയാലേ പിണക്കം തീർന്ന് നന്നായി തോന്നും ഇനി വേണ്ടിയിരുന്നില്ല. അപ്പോൾ അവളെ തൊലാക്കിയല്ലേണ്ടി വരും. ആദ്യം ആ പണിക്ക് പോകണ്ട, നട്ടലില്ലെങ്കിൽ ആ പണിക്ക് പോകണ്ടാന്ന്. അപ്പോൾ എന്താ ഇസ്ലാം പറയുന്ന? നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടപെടാവുന്ന ഒരു മേഖലയാണ് ബഹുഭാര്യത്വം. എന്നാൽ ഈ രംഗത്തെ ആളുകൾ എന്ത് ചെയ്തു? പണ്ട് ഓരോരുത്തർ ആവേശം കൊണ്ട്, പണ്ട് ശരീഅത്ത് കാലമൊക്കെ നടന്നപ്പോൾ തെരുവിൽ നിന്ന് കേട്ടൊരു മുദ്രാവാക്യം ഓർമ്മ വരാണ്. 2 കെട്ടും 8 കെട്ടും 2 കെട്ടും 10 കെട്ടും നമ്പൂരിപ്പാടിൻ്റെ മോളയും കെട്ടും എന്നൊക്കെ ഒരു കാലത്ത് രാഷ്ട്രീയത്തിലെ ആവേശം കൊണ്ട് വിളിച്ചു പറഞ്ഞിരുന്നു. അതൊന്നും പറയാൻ പാടില്ല. 2 കെട്ടും 10 കെട്ടും എന്ന് പറയാൻ പാടില്ല. 2 കെട്ടും എന്ന് പറയാ, 4 കെട്ടും എന്നും പറയാ, മറ്റവളുടെ മോളയും കെട്ടും എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? അതൊക്കെ ഓരോരുത്തർ അങ്ങനെ ആവേശം കാണിക്കേണ്ട ഒരു വിഷയമല്ല. ഇസ്ലാം പറയുന്ന ഈ രൂപത്തിലുള്ള മാന്യമായ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ചെയ്യാം. ഇസ്ലാം അനുവാദം കൊടുക്കുന്നു. ഇവിടെ നമ്മുടെ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരിക്കലും നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ ഈ ഒരു നിയമത്തോടൊരു വെറുപ്പുണ്ടാകാൻ പാടില്ല. അത് ഈമാനിൻ്റെ ഒരു ഭാഗമാണ്. ഒരു സ്ത്രീക്ക് ഇഷ്ടം ഉണ്ടാവില്ല, അത് പറയാം. അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൽ ഒരാൾ 1-ലേറെ വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഭാര്യയുടെ സമ്മതം കിട്ടണം എന്നൊരു നിയമം വെച്ചിരുന്നുവെങ്കിൽ അത് നടക്കുമോ? ഇവരുടെ നിയമം ഇസ്ലാമിലില്ല. ആദ്യത്തെ ഭാര്യയുടെ സമ്മതം ഇതിനൊരു ഷർത്തല്ല. എന്നാൽ പറയുകയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല നിലക്കാവൽ തന്നെയാണ് നല്ലത്. പക്ഷെ അതൊരു നിബന്ധനയല്ല.
കാരണം എന്താ, പലപ്പോഴും പല സ്ത്രീകളും അതിന് സമ്മതിക്കൂല. അത് അവർക്കതിലൊരു സ്വാർത്ഥതയാണ്. എന്താ ഇപ്പം ചെയ്യുക, അവർക്ക് അങ്ങനെയാണ്, മാനസികമായിട്ട് അങ്ങനെയാണ്, കുറ്റം പറയാൻ പറ്റുമോ? പക്ഷെ അതൊക്കെ ഉണ്ടാവാം. നിങ്ങൾ എന്തായാലും കല്യാണം കഴിക്കണ്ട എന്ന് ഭർത്താവിനോടൊക്കെ കേണതാണ് പറയാം, നല്ല നിലക്ക് നിന്നിട്ട് നിങ്ങൾ ഏതായാലും ചെയ്യണ്ട കേട്ടോ, ഇസ്ലാമൊക്കെ അനുവദിച്ചു, ഞാൻ സമയനാവാത്തവന, ഞാൻ കേട്ടു, ഞാൻ അനുസരിച്ചു, ഇസ്ലാമിൻ്റെ നിയമത്തോട് എനിക്ക് ലവലേശം പുച്ഛല്ല, ഞാനത് വെറുക്കുന്നില്ല, അള്ളാഹുവിൻ്റെ നിയമം ആ നിയമം തന്നെയാണ് വേണ്ടത്, അതിലെനിക്ക് യാതൊരു പ്രശ്നമല്ല, അങ്ങനെ ആയിരിക്കണം ഒരു പെണ്ണ്. അതേ അവസരത്തിൽ എന്ത് ഇസ്ലാം, അത് ഇസ്ലാമിൻ്റെ എല്ലാ നിയമവും ഓക്കെയാണ്, ഈ വിഷയത്തിൽ മാത്രം ഞാൻ അംഗീകരിക്കൂല എന്നൊരു പെണ്ണ് പറഞ്ഞാലോ അപ്പ കാഫിറാകും. അത് ഗൗരവമാണ്. ഇസ്ലാമിൻ്റെ ഒരു നിയമത്തോടും നമുക്ക് പുച്ഛം തോന്നാൻ പാടില്ല. ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു നിയമത്തോടും നമുക്ക് വെറുപ്പുണ്ടാകാൻ പാടില്ല. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന, അവർ സത്യവിശ്വാസികളാകുന്നതല്ല. പൊതുവായിട്ടുള്ളൊരു നിയമം അല്ലാഹു പറയാണ്, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ അവർ നിന്നെ വിധികർത്താവാക്കുന്നത് വരെ. അങ്ങനെ നീ ഒരു കാര്യത്തിൽ വിധി പറഞ്ഞാൽ, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖദൈത വയുസല്ലിമൂ തസ്ലീമാ. ആ വിധിച്ച വിധിയോട് അവരുടെ മനസ്സിൽ ഒരു വിഷമവും തോന്നാൻ പാടില്ല. 100% അതിനുള്ള ആ മാനസികമായ സമ്മതവും അനുസരണവുമാണ് വേണ്ടത്. അപ്പം ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു നിയമം എനിക്കതിനോട് ഇഷ്ടമല്ല എന്ന് പറയാൻ പാടില്ല, ഞാനത് അംഗീകരിക്കൂല എന്ന് പറയാൻ പാടില്ല, എനിക്കത് വെറുപ്പാണെന്ന് പറയാൻ പാടില്ല. ഇസ്ലാമിൻ്റെ എല്ലാ നിയമവും ഓക്കെയാണ്, പക്ഷേ ഈ ബഹുഭാരിത്വം പറഞ്ഞ ഈ കാര്യം അതിൽ എനിക്കത്ര പേഴ്സണലി പറയുകയാണ്, എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞാലോ അപകടം. അത് അപകടമാണ്. അത് നമ്മളെ ഈമാനുമായിട്ട് ബന്ധപ്പെടുന്നൊരു വിഷയമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇസ്ലാം ഏതൊരു കാര്യത്തിലും ഒരു നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഇസ്ലാമിന് അതിൻ്റേതായ കൃത്യമായ നിബന്ധനകളുണ്ട്, നിയമങ്ങളുണ്ട്. അല്ലാതെ തെറ്റിദ്ധരിക്കാൻ ഇടയായ ഒരുപാട് ആളുകളുടെ പ്രവർത്തനങ്ങളുണ്ട്. അവരിഷ്ടം പോലെ കെട്ടി, തോന്നുമ്പോൾ അത് ഒഴിവാക്കും, തോന്നുമ്പോൾ കെട്ടുക, പൈസയുണ്ട് ഞാൻ കെട്ടും, നിങ്ങൾക്ക് എന്താ, കുറച്ചു കാലം അവളായിട്ട് ജീവിച്ചു, അവളെൻ്റെ ഒഴിവാക്കി, ഇങ്ങനെ രുചി നോക്കിക്കൊണ്ട് നടക്കുന്ന കുറേ പഹയന്മാർ, അവർ ഇസ്ലാമിന് ചീത്തപ്പേരുണ്ടാക്കി. അതുപോലെ തന്നെ കല്യാണ ആവേശമൊക്കെ ചാടിയും കണ്ടവർക്ക് ഒന്നിലേറെ രണ്ടാമത്തോളം കല്യാണം കഴിച്ച് പിന്നെ അവളങ്ങനെ പ്രയാസപ്പെടുത്തുക, കണ്ണീര് കുടിപ്പിക്കുക, ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കുക, അങ്ങനെ പരസ്പരം വിവേചനം കാണിക്കുക. ശക്തമായ താക്കീതല്ല ഇസ്ലാം നൽകിയത്. പരലോകത്ത് കഠോരമായ ശിക്ഷക്ക് നീ ഹേതുവാകും, വികൃത രൂപത്തിലാണ് അവിടെ പരലോകത്ത് ഹാജരാക്കപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാ? ആ മേഖലയിൽ സൂക്ഷിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആരെങ്കിലും ഇസ്ലാമിൻ്റെ ഏതെങ്കിലും നിയമത്തെ മറികടന്നുകൊണ്ട് ദുരുപയോഗം ചെയ്യുന്നുവെങ്കിൽ കുറ്റം അവരുടേതാണ്, ഇസ്ലാമിൻ്റെതല്ല. ഇത് നമ്മളറിയണം, സമൂഹത്തെ പഠിപ്പിക്കണം, തെറ്റിദ്ധരിച്ച ആളുകളോട് പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. അതല്ലാതെ ഇസ്ലാം അനുവദിച്ചൊരു സംഗതിയെ ദുരുപയോഗം ചെയ്യുന്നവരെ എടുത്തു കാണിച്ചിട്ട് കണ്ടില്ല ഇതല്ലപ്പങ്ങളെ മതം എന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള പ്രമാണബദ്ധമായ അറിവാകുന്ന ആയുധം നമ്മുടെ കൈകളിൽ ഉണ്ടാവണം. അവിടെയാണ് ഇസ്ലാം ഇടപെടുന്നത്. ഇസ്ലാം മാനുഷികമായ നിയമങ്ങളാണ്. മാനുഷികമായ നിയമങ്ങളെ ഇസ്ലാമിലുള്ളൂ. മനുഷ്യർക്ക് നന്മ വരുത്തുന്ന നിയമങ്ങളെ ഇസ്ലാമിലുള്ളൂ. ആരെയും കഷ്ടപ്പെടുത്തുന്ന നിയമങ്ങൾ ഇസ്ലാമിലില്ല എന്ന് പറയുന്നത് പ്രസംഗിക്കാനും എഴുതാനുമുള്ള ഭംഗി വാക്കുകളോ ഭംഗി വാചകങ്ങളോ അല്ല. സത്യമാണത്, 100% സത്യമാണത്. നമുക്ക് ആ വിശ്വാസമാണുള്ളത്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് വസ്തുതകൾ വസ്തുതകളായി കൊണ്ട് മനസ്സിലാക്കുകയും ഇസ്ലാം എന്താണോ ഓരോ രംഗത്തും നിർദ്ദേശിച്ചിട്ടുള്ള നിയമങ്ങളെങ്കിൽ ആ നിയമങ്ങളെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമിക കുടുംബം എന്ന നമ്മുടെ ഈ പഠന പരമ്പരക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. ഈ വിഷയം ഇവിടെ അവസാനിക്കുകയാണ്. 35ഓളം പ്രഭാഷണങ്ങളിലൂടെയായി ഇന്നത്തെ പ്രഭാഷണമടക്കം 35ഓളം പ്രഭാഷണങ്ങളാണ് ഈ വിഷയത്തിൽ നമ്മൾ നടത്തിയത്. ഇൻഷാ അല്ലാഹ് ഇത് ക്രോഡീകരിച്ചുകൊണ്ട് ഉടൻ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്ക് കേൾക്കാൻ തക്ക രൂപത്തിൽ
അത് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളത് പ്രചരിപ്പിക്കണം, ആളുകളിലേക്ക് ഈ സന്ദേശം കൈമാറണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സംസാരത്തിലോ കാര്യങ്ങൾ വായിച്ചതിലോ പറഞ്ഞതിലോ ഒക്കെ മാനുഷികമായ അബദ്ധങ്ങൾ സ്വാഭാവികമാണ്. ഏതെങ്കിലും അബദ്ധങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന എല്ലാ സഹൃദയരോടും വളരെ വിനീതമായി ഉള്ളവൻ ഉണർത്താനുള്ളത്, എന്താണ് അബദ്ധങ്ങൾ ഉള്ളതെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ, അത് ആശയപരമാണെങ്കിൽ പ്രമാണങ്ങൾക്കെതിരാണെങ്കിൽ അത് തിരുത്താൻ എന്നും സന്തോഷമേയുള്ളൂ. വായിച്ചപ്പോൾ ഫത്തഹ് കസ്റായതോ കസ്ർ ഫത്തഹായതോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ നിവൃത്തിയില്ല. അതൊക്കെ മാനുഷികമായ സബഖുൽ ലിസാൻ എന്ന അറബിയിൽ പറയുന്ന നാവിൽ വന്നു പോകുന്ന ചില അബദ്ധങ്ങളുണ്ടാകും, ചില വാക്കുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയത്. അതറിഞ്ഞുകൊണ്ട് സദയം ക്ഷമിക്കണം എന്ന് ഉണർത്തിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള, സേവനം ചെയ്യാനുള്ള മാനസികമായ അവസ്ഥ എന്നെന്നും നമ്മിൽ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഉപകാരപ്രദമായ നാഫിയായ ഇൽമ് അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇസ്ലാമിനെ അകാരണമായി വിമർശിക്കുന്ന സഹോദരങ്ങൾക്ക് സത്യം മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് ഇത്തരത്തിലുള്ള വാക്കുകളിലൂടെ സംസാരങ്ങളിലൂടെയൊക്കെ ഉണ്ടായിത്തീരുവാൻ അല്ലാഹുവിൻ്റെ എല്ലാ തൗഫീഖും ഉണ്ടായിത്തീരുമാറാകട്ടെ. സമൂഹത്തിൽ കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ, റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ, മ്യാൻമറിലെ മുസ്ലിമീങ്ങൾ, സിറിയയിലെ മുസ്ലിമീങ്ങൾ, രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്നവർ, അല്ലാഹുവേ നീ അവർക്കെല്ലാം ആശ്വാസവും എല്ലാ നിലക്കുള്ള ഇസ്സത്തും നീ പ്രദാനം ചെയ്യണമേ നാഥ. അവരെ തകർത്തുകൊണ്ടിരിക്കുന്ന, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കൾക്കിടയിൽ നീ നാശം വാരി വിതരണേ നാഥ. അല്ലാഹുവേ അവരുടെ ഐക്യത്തെ നീ തകർക്കുകയും അവരുടെ ശക്തി നീ ക്ഷയിപ്പിക്കുകയും ചെയ്യണേ നാഥ. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുശക്തികൾ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും അല്ലാഹുവേ നീ അവർക്കൊരിക്കലും സഹിക്കാനാവാത്ത ശിക്ഷകൾ വിതറിക്കൊണ്ട് നീ അവർക്ക് കനത്ത പാഠം നൽകണമേ നാഥ. അന്തസ്സും ഇസ്സത്തുമുള്ള രൂപത്തിൽ എന്നെന്നും മുസ്ലിമീങ്ങളായി ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നാഥ നീ തൗഫീഖ് പ്രദാനം ചെയ്യണമേ. ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവർക്കിടയിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ സന്ദേശം എത്തിച്ചു കൊടുക്കുവാനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ ഞങ്ങൾക്കെല്ലാവർക്കും എന്നെന്നും നിലനിർത്തി തരണമേ. എല്ലാവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും നീ കാത്തു രക്ഷിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വിശ്വാസികളായ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, മറ്റു ബന്ധപ്പെട്ടവർ എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.